നമസ്കാരം. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഇനി ഇന്തോനേഷ്യൻ കടൽ തീരങ്ങൾക്കും കാവലാളാകും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറുകയാണ് ഈ പുതിയ കരാർ. ഫിലിപ്പീൻസിന് പിന്നാലെ ബ്രഹ്മോസ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ആസിയാൻ രാജ്യമായി ഇന്തോനേഷ്യ മാറുകയാണ്. എന്താണ് ഈ കരാറിൻ്റെ പ്രാധാന്യം? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ബ്രഹ്മോസിനായി ഇന്ത്യയിലേക്ക് നോക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 2026 മാർച്ച് 9 ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഏകദേശം 200 മില്യൺ മുതൽ $350 മില്യൺ വരെയാണ് ഈ കരാറിൻ്റെ മൂല്യം കണക്കാക്കപ്പെടുന്നത്. അതായത് ഏകദേശം 2000 കോടിയിലധികം രൂപയുടെ ഇടപാട്. ഇതിലൂടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഷോർ ബേസ്ഡ് ആൻറ്റി ഷിപ്പ് വേരിയൻ്റാണ് ഇന്തോനേഷ്യ സ്വന്തമാക്കുന്നത്. തങ്ങളുടെ വിശാലമായ കടൽത്തീരങ്ങൾ സംരക്ഷിക്കാനും സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും ഇന്തോനേഷ്യയ്ക്ക് ഈ മിസൈലുകൾ വലിയ കരുത്ത് പകരും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ചരിത്രപരമായ ഒപ്പിടൽ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രഹ്മോസ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NPOയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ശബ്ദത്തേക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 2.8 വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. ഇതിൻ്റെ വേഗത തന്നെയാണ് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്നത്. കപ്പലുകളിൽ നിന്നോ അന്തർവാഹിനികളിൽ നിന്നോ യുദ്ധവിമാനങ്ങളിൽ നിന്നോ അതുമല്ലെങ്കിൽ കരയിൽ നിന്നോ ഒരേപോലെ തൊടുക്കാവുന്ന തരത്തിൽ വൈവിധ്യമാർന്ന പതിപ്പുകൾ ബ്രഹ്മോസിനുണ്ട്. കൃത്യമായ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി തകർക്കാനുള്ള പിൻ പോയിന്റ് ആക്യുറസി ബ്രഹ്മോസിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാക്കി മാറ്റുന്നു. ഈ കരാറിന് പിന്നിൽ പ്രതിരോധം മാത്രമല്ല, വലിയ തന്ത്രപരമായ അർത്ഥങ്ങൾ കൂടിയുണ്ട്. ദക്ഷിണ ചൈന കടലിലെ ചൈനീസ് കടന്നുകയറ്റങ്ങളും മറ്റ് പ്രാദേശിക വെല്ലുവിളികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്തോനേഷ്യ ഈ നീക്കം നടത്തുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി പ്രതിരോധ ബന്ധം ശക്തമാക്കുന്നത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും ഡിഫൻസ് എക്സ്പോർട്ട് ലക്ഷ്യങ്ങളുടെയും വലിയ വിജയമാണിത്. ചുരുക്കത്തിൽ ബ്രഹ്മോസ് കേവലമൊരു മിസൈൽ മാത്രമല്ല, ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക മികവിൻ്റെയും നയതന്ത്ര വിജയത്തിൻ്റെയും അടയാളമാണ്. ഇന്തോനേഷ്യയുമായുള്ള ഈ കരാർ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളെ ഇന്ത്യയുമായി സഹകരിക്കാൻ പ്രേരിപ്പിക്കും എന്നതിൽ സംശയമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.